ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലായിടത്തും ഓണപ്പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് അത്തത്തിൻ്റെ അന്ന് മുതലേ ഞാൻ പൂക്കളം ഇടാറുണ്ട്. വലിയ ഗംഭീര പൂക്കളമൊന്നുമല്ല, തനതായ രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കുരങ്ങന്മാരുടെ ശല്യം കാരണമാണ് ഞാൻ ബാൽക്കണിയിൽ പൂക്കളം ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അകത്ത് ഇട്ടുകൂടെ എന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചു. വീടിൻ്റെ അകത്ത് അങ്ങനെ പൂക്കളം ഇടുന്നതിനോട് എനിക്ക് അത്ര അങ്ങോട്ട് വൈബ് തോന്നുന്നില്ല. അത് കാരണം ഞാൻ അത് ചെയ്തില്ല കേട്ടോ. പിന്നെ ഇവിടെ ഉള്ള കുറച്ച് മലയാളികളൊക്കെ ചേർന്ന് ഒരു ഓണാഘോഷം ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. ഈയിടെ ആയിട്ട് ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് വീഡിയോസിൻ്റെ എണ്ണവും നല്ല കുറവായിരിക്കും. നമുക്ക് പതുക്കെ റെഡിയാക്കി കൊണ്ടുവരാം. എൻ്റെ കിച്ചണിലെ ഗാർലിക് ആൻഡ് ഒനിയൻ കണ്ടെയ്നേഴ്സിൻ്റെ റിവ്യൂ പറയുമെന്ന് ആരൊക്കെയോ ചോദിച്ചിരുന്നു. ഇത് വളരെ നല്ലതാണ്. യൂസ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഒരിക്കലും അങ്ങനെ ചീഞ്ഞു പോവില്ല കേട്ടോ, കാരണം ഇതിനകത്ത് നല്ല എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഹോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അയേൺ ആണ് കേട്ടോ. മുകളിലുള്ളത് വുഡിൻ്റെ അടപ്പാണ്. ഇത് നമുക്കങ്ങനെ ടൈറ്റ് ചെയ്തൊന്നും അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ റൈസ് ഇട്ട് വെക്കുന്ന പാത്രം കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഇതുവരെ നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. 5 കിലോൻ്റെ റൈസ് വാങ്ങിച്ചിട്ട് അത് 5 അങ്ങനെ തന്നെ അതിനകത്ത് ഇട്ട് വെക്കാറാട്ടോ പതിവ്. അതുപോലെ നമ്മുടെ ഗോതമ്പ് പൊടി പാത്രവും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. പിന്നെ എന്താ, അത്രയൊക്കെ തന്നെയുള്ളൂ മോർണിംഗ് വിശേഷങ്ങൾ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.